ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കി വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC കഴിഞ്ഞ ദിവസം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്ന ഫെഡോർ സെർണിച്ച് എന്ന താരം എന്നാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുക എന്നും കൂടാതെ കുറച്ച് ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകളുമാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു വാർത്ത എന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിന് ഇടയിലുള്ള ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണ് നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ ലോകം. ഇതിനോടൊപ്പം തന്നെ സൂപ്പർ കപ്പ് ടൂർണമെന്റുകൾ കൂടി അരങ്ങേറുന്നതിനാൽ അണിയറയിൽ വലിയ വലിയ ട്രാൻസ്ഫർ നീക്കങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പരിക്ക് ബാധിച്ച വിദേശ താരം അഡ്രിയാൻ ലൂണക്ക് പകരമായിക്കൊണ്ട് യൂറോപ്പിൽ നിന്നും പുതിയ വിദേശ താരത്തെ സൈൻ ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട്. 32 വയസ്സുകാരനായ ഫെഡോർ സെർണിച്ച് എന്ന താരത്തെയായിരുന്നു കഴിഞ്ഞ ദിവസം ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിലെ സൈനിങ് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് FC ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ പുതിയ താരങ്ങളെ ടീമിൽ എത്തിക്കുവാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് മാർക്കസിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലാവോ ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഇനിയും സൈനിങ്ങുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഫെഡോർ സെർണിച്ച് എന്ന താരം എന്നാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരിക എന്നുള്ളതാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 10ാം സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങൾക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പരിക്ക് ബാധിച്ച താരത്തിന് പകരമായി കൊണ്ട് പുതിയൊരു യൂറോപ്യൻ താരത്തെ കഴിഞ്ഞ ദിവസം സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂറോപ്പിലെ ഒരു നാഷണൽ ടീമിന്റെ നായകനെയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. വെറും 32 വയസ്സ് മാത്രം പ്രായമുള്ള ഫെഡോർ സെർണിച്ച് എന്ന ഈ ഒരു താരത്തിന് ഒരുപാട് പൊസിഷനുകളിൽ കളിക്കാൻ കഴിവുള്ളതാണ്. നിലവിൽ ഈ ഒരു താരത്തെ ഈ ഒരു സീസൺ അവസാനിക്കുന്നത് വരെയുള്ള കരാറിലാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഫെഡോർ എന്ന താരത്തിന് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൂപ്പർ കപ്പ് മത്സരങ്ങൾക്ക് കളിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പ് ടൂർണമെന്റിന് ശേഷം നടക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങളിലേക്കായിരിക്കും ഫെഡോർ എന്ന ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറ്റം കുറിക്കുക. ഏതായാലും നിലവിൽ താരം ഇന്ത്യയിലേക്ക് വരുന്നതിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട് ഗോവയിൽ നിന്നുള്ള പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലാവോ. ഫെഡോർ സെർണിച്ച് എന്ന ഈ ഒരു താരത്തിന് ഇതുവരെ ഇന്ത്യയിലേക്കുള്ള വിസ ലഭിച്ചിട്ടില്ല എന്നും കൂടാതെ ഇന്ത്യയിലേക്കുള്ള വിസ ലഭിച്ചാൽ ഉടൻ തന്നെ താരം ഇന്ത്യയിലേക്ക് എത്തുമെന്നുമാണ് മാർക്കസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. തീർച്ചയായും നമുക്ക് ഈ ഒരു മാസം അവസാനത്തോടു കൂടി ഈ ഒരു സൂപ്പർ താരത്തിന്റെ വരവ് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു വാർത്ത എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഓസ്ട്രേലിയൻ സൂപ്പർ താരമായ ജോഷുവ സെറ്റീരിയയെ കുറിച്ചാണ്. നിലവിൽ ഏതായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മാനേജ്മെന്റ് തങ്ങളുടെ ഈ ഒരു സീസണിലെ ആദ്യ സൈനിങ് ആയ ഓസ്ട്രേലിയൻ താരം ജോഷുവ സെറ്റീരിയയെ കുറിച്ച് ഒരു വ്യക്തമായ തീരുമാനം എടുത്തിട്ടുണ്ട്. മ്യൂച്വൽ ടെർമിനേഷനിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മാനേജ്മെന്റും ജോഷുവയും കൂടി താരത്തിന്റെ കോൺട്രാക്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഇത് കൂടാതെ 2025 മെയ് 35-നുള്ളിൽ ജോഷുവ ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ഒരു ചെറിയ രീതിയിലുള്ള നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്നും കേരള ബ്ലാസ്റ്റേഴ്സ് FC മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഗോളിന്റെ പുറത്തേക്ക് വിട്ട റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഓസ്ട്രേലിയൻ സൈനിങ് ആയ ജോഷുവ സെറ്റീരിയയും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റും കൂടി പരസ്പര ധാരണയോടെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ISLന്റെ ഈ ഒരു 10ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ആദ്യം തന്നെ സ്വന്തമാക്കിയ ഒരു ഏഷ്യൻ കോട്ട സൈനിങ് ആയിരുന്നു ജോഷുവ സെറ്റീരിയോ. 2 വർഷത്തെ കരാറിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചു എങ്കിലും പരിക്ക് കാരണം ഈ ഒരു താരത്തിന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു കളിക്ക് പോലും കളിക്കളത്തിൽ ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും നിലവിലെ ഈ ഒരു റിപ്പോർട്ടോട് കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് FCയും ജോഷുവയും കൂടി പരസ്പരം ധാരണയോടെ കോൺട്രാക്ട് അവസാനിപ്പിച്ചു എന്നുള്ളത്. ഈ ഒരു വാർത്ത ഒഫീഷ്യൽ ആയിക്കൊണ്ട് വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു വാർത്ത എന്നത് എഡു ബേഡിയയെ കുറിച്ചാണ്. നിലവിൽ വിന്റർ ട്രാൻസ്ഫർ വിൻഡോ അതിഗംഭീരമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കടന്നു പോകുന്നതിനനുസരിച്ചുകൊണ്ട് ഒട്ടേറെ അഭ്യൂഹ ന്യൂസുകളാണ് പുറത്തേക്ക്
പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഇതാ അത്തരം ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഗോകുലം കേരളയുടെ സ്പാനിഷ് മധ്യനിര താരമായ എഡു ബേഡിയെ ക്ലബ്ബ് വിടാൻ ഒരുങ്ങുകയാണ്. താരത്തിന്റെ ക്ലബ്ബും താരവും പിരിയാൻ പരസ്പരം തീരുമാനിച്ചു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്പെയിനിലെ 4ാം നിര ക്ലബ്ബായ ജിംനാസ്റ്റിക്കയിലേക്ക് ചേക്കേറാൻ സമ്മതിച്ചതോടെയാണ് താരം ഗോകുലം കേരളയോട് കരാർ ടെർമിനേഷൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒട്ടേറെ പ്രതീക്ഷയോടെയായിരുന്നു എഡു ബേഡിയയെ ഗോകുലം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ താരം ആ പ്രതീക്ഷക്കൊത്ത പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുന്നതായിരിക്കും. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും എല്ലാവരും പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.